വാഴയിലയും മത്തനിലയും കൂടി ചേർത്തിട്ട് മീനൊന്ന് വറ്റിച്ചെടുത്താലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മാന്തള എടുത്തിട്ടുള്ളത്. ഏത് മീനും എടുക്കാം കേട്ടോ. പിന്നെ തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വാഴയിൽ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ മത്തനില വെച്ചെടുക്കുക. അതിന് മുകളിൽ മസാല വെച്ചെടുക്കുക. പിന്നെ മീൻ ഓരോന്നും മാരിനേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വാഴയില ഒന്ന് കവർ ചെയ്തിട്ട് ഗ്രിൽ പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുക. ഇത് കാസ്റ്റ് ആൻഡ് ഗ്രിൽ പാനാണ്. ആദ്യം ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഗ്രിൽ പാനിൽ. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ വറ്റിച്ചത്, വാഴയിലയും മത്തനിലൊക്കെ ചേർത്തിട്ടുള്ള മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ആ മത്തനില കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഇത് കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ളത് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഇതാണ്. അതിലിപ്പം 40% ഓഫ് ഉണ്ട്. പ്ലസ് എൻ്റെ കോഡും കൂടി ഞാനിവിടെ കൊടുക്കാം. അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും. ഈ ഒരു പാനിലാണ് ഞാനിപ്പം ഈ ഒരു ഫിഷ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് കൂടെ വേറെയും 2 പ്രൊഡക്ട്സും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ള പാത്രമാണ്. ഇതിൽ സിൽക്കൻ്റെ ഒരു ഹാൻഡിലും കൂടി ഉണ്ട്. നല്ല ചുവട് കട്ടിയുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായാണ്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ആവശ്യമുള്ളവർ താഴെ കമൻസിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.